Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. മിസ്റ്റർ ഹെൻറി മൂർ ലിവ്ഡ്. മിസ്റ്റർ ഹെൻറി മൂർ ജീവിച്ചിരുന്നത് നിയർ ദ ബിസി പാർട്ട് ഓഫ് ടൗൺ. ബിസി എന്നാൽ തിരക്കുള്ള, ബിസി പാർട്ട് ഓഫ് ടൗൺ, പാർട്ട് എന്നാൽ ഭാഗം. പട്ടണത്തിൻ്റെ തിരക്കുള്ള ഭാഗത്തിനടുത്തായിരുന്നു മിസ്റ്റർ ഹെൻറി മൂർ ജീവിച്ചിരുന്നത്. ഹിസ് ഹൗസ്, അദ്ദേഹത്തിൻ്റെ വീട്, വാസ് സ്മോൾ ആൻഡ് ഓൾഡ്. ഓൾഡ് എന്നാൽ പഴയ, സ്മോൾ എന്നാൽ ചെറുത്. അദ്ദേഹത്തിൻ്റെ വീട് ചെറുതും പഴയതും ആയിരുന്നു. ബട്ട് എങ്കിലും, ഹി ലൈക്ഡ് ഇറ്റ്, അദ്ദേഹം അത് ഇഷ്ടപ്പെട്ടിരുന്നു. ബിഹൈൻഡ് ദ ഹൗസ്, വീടിന് പിറകിൽ, വാസ് എ ഗാർഡൻ. വാസ് എന്നാൽ ഉണ്ടായിരുന്നു, വീടിന് പിറകിൽ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. ഗാർഡൻ എന്നാൽ പൂന്തോട്ടം. ഹെൻറി ലവ്ഡ്, ഹെൻറി ഇഷ്ടപ്പെട്ടിരുന്നു ഹിസ് ഗാർഡൻ വെരി മച്ച്. അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഇൻ സമ്മർ, വേനൽക്കാലത്ത്, മെനി ഫ്ലവേഴ്സ്, ഒരുപാട് പുഷ്പങ്ങൾ, ഗ്രൂ ദേർ, ഗ്രൂ എന്നാൽ വളർന്നിരുന്നു. വേനൽക്കാലത്ത് അവിടെ ഒരുപാട് പുഷ്പങ്ങൾ വളർന്നിരുന്നു. സം വേർ റെഡ്, ചിലത് ചുവപ്പായിരുന്നു. സം വേർ യെല്ലോ, ചിലത് മഞ്ഞ നിറത്തിലുള്ളതായിരുന്നു. സം വേർ ബ്ലൂ, ചിലത് നീല നിറത്തിലായിരുന്നു. വെൻ, ആ സമയത്ത്, വെൻ ദ സൺ വെൻ ഡൗൺ, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്, സൂര്യൻ താഴേക്ക് പോകുന്ന സമയത്ത്, ഹെൻറി സാറ്റ് ദേർ, ഹെൻറി ഇരുന്നിരുന്നു. സാറ്റ് എന്നാൽ ഇരുന്നിരുന്നു. ദേർ അവിടെ. ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ ഫ്ലവേഴ്സ്, എന്നിട്ട് പുഷ്പങ്ങളിലേക്ക് നോക്കി നിൽക്കുമായിരുന്നു. ഓൺ വീക്കെൻഡ്സ്, വാരാന്ത്യങ്ങളിൽ, ഹി വർക്ക്ഡ്, അദ്ദേഹം ജോലി ചെയ്തിരുന്നു. ഇൻ ദ ഗാർഡൻ, പൂന്തോട്ടത്ത്. ആൻഡ് ക്ലീൻഡ് ഇറ്റ്, അത് വൃത്തിയാക്കുകയും അദ്ദേഹം പൂന്തോട്ടത്തിൽ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു വാരാന്ത്യങ്ങളിൽ. ഹെൻറി വർക്ക്ഡ്, ഹെൻറി ജോലി ചെയ്തിരുന്നത് ഇൻ എൻ ഓഫീസ്, ഒരു ഓഫീസിലായിരുന്നു. ഫാർ ഫ്രം, ഫാർ എന്നാൽ ദൂരെ, ഫാർ ഫ്രം ഹിസ് ഹോം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഒരുപാട് അകലെയുള്ള ഒരു ഓഫീസിലായിരുന്നു ഹെൻറി ജോലി ചെയ്തിരുന്നത്. എവ്രി മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ, ഹി വോക്ക്ഡ്, അദ്ദേഹം നടന്നു പോകുമായിരുന്നു. ടു ദ ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റോപ്പിലേക്ക് എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം നടന്നു പോകുമായിരുന്നു. ഹി ടുക്ക് ദ ബസ് ടു വർക്ക്, അദ്ദേഹം ജോലി സ്ഥലത്തേക്ക് ബസ്സിൽ പോകുമായിരുന്നു. ഹി ടുക്ക് ദ ബസ് ടു വർക്ക്, അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്തേക്ക് ബസ്സിലായിരുന്നു പോയിരുന്നത്. ഇൻ ദി ഈവനിങ്, വൈകുന്നേരം, ഹി ടുക്ക് ദ ബസ് ബാക്ക് ഹോം, അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് വരുമായിരുന്നു. ബസ്സിൽ തന്നെ അദ്ദേഹം വൈകുന്നേരം വീട്ടിലേക്ക് വരുമായിരുന്നു. ബാക്ക് ഹോം എന്നാൽ വീട്ടിലേക്ക് തിരിച്ചു വരിക. ടേക്ക് ദ ബസ് എന്നാൽ ബസ്സിൽ പോകുക എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ പാസ്റ്റാണ് ടുക്ക് ദ ബസ്. ബസ്സിൽ പോയി, ബസ്സിലായിരുന്നു അദ്ദേഹം പോയിരുന്നത്. ഹി ടുക്ക് ദ ബസ് ബാക്ക് ഹോം, അദ്ദേഹം വീട്ടിലേക്ക് ബസ്സിലായിരുന്നു തിരിച്ചു പോയിരുന്നത്. ഹെൻറി ഡിഡ് നോട്ട് ടോക്ക്, ഹെൻറി സംസാരിച്ചിരുന്നില്ല. മച്ച് എന്നാൽ കൂടുതൽ ഹെൻറി സംസാരിച്ചിരുന്നില്ല. ടു അതർ പീപ്പിൾ, മറ്റുള്ള ആളുകളോട്. അതർ എന്നാൽ മറ്റുള്ള, പീപ്പിൾ എന്നാൽ ജനങ്ങൾ, മറ്റുള്ള ആളുകളോട് ഹെൻറി കൂടുതൽ സംസാരിച്ചിരുന്നില്ല. ഹി ഹാഡ് നോ, അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ക്ലോസ് ഫ്രണ്ട്സ്, അദ്ദേഹത്തിന് അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ല. ആഫ്റ്റർ വർക്ക്, ജോലി കഴിഞ്ഞതിന് ശേഷം, ഹി വെൻറ്റ്, അദ്ദേഹം പോകുമായിരുന്നു. ഹി വെൻറ്റ് സ്ട്രൈറ്റ് ഹോം, അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോകുമായിരുന്നു. സ്ട്രൈറ്റ് എന്നാൽ നേരെ. മെനി ഡേയ്സ്, പല ദിവസങ്ങളിലും, ഹി ഫെൽറ്റ്, അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ലോൺലി എന്നാൽ ഏകാന്തത. പല ദിവസങ്ങളിലും അദ്ദേഹത്തിന് ഏകാന്തത അനുഭവപ്പെട്ടിരുന്നു. സംടൈംസ്, ചില സമയങ്ങളിൽ, ഹി ഫെൽറ്റ് ബോർഡ് ആൻഡ് സാഡ്. ബോർഡ് എന്നാൽ മുഷിപ്പുള്ള എന്നുള്ള അർത്ഥം. ബോർ എന്നാൽ മുഷിപ്പ്, അതിൻ്റെ പാസ്റ്റാണ് ബോർഡ്. അദ്ദേഹത്തിന് മുഷിപ്പ് തോന്നിയിരുന്നു. സാഡ് എന്നാൽ ദുഃഖം, അദ്ദേഹത്തിന് ദുഃഖവും മുഷിപ്പും തോന്നിയിരുന്നു. ചില സമയത്ത് അദ്ദേഹത്തിന് ബോറടിക്കുകയും വിഷമം തോന്നുകയും ചെയ്തിരുന്നു. ഫെൽറ്റ് ബോർഡ് എന്നാൽ ബോറടിച്ചിരുന്നു, വിരസത തോന്നിയിരുന്നു. സാഡ് എന്നാൽ വിഷമം, സങ്കടം തോന്നി.
പക്ഷേ ഹി ഡിഡ് നോട്ട് നോ, അദ്ദേഹത്തിന് അറിയുകയില്ലായിരുന്നു, ഹൗ ടു ചേഞ്ച് ഹിസ് ലൈഫ്, അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയാണ് മാറ്റുക എന്നുള്ളത് അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. വൺ വെരി ഹോട്ട് ഡേ, ഹോട്ട് എന്നാൽ ചൂടുള്ള, ഒരു ദിവസം. ഹെൻറി ഡിഡ് നോട്ട് വാണ്ട് ടു ടേക്ക് ദ ബസ് ഹോം, ഒരു ചൂടുള്ള ഒരു ദിവസം. ഹെൻറി ഡിഡ് നോട്ട് വാണ്ട്, ഹെൻറിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ടു ടേക്ക് ദ ബസ് ഹോം, വീട്ടിലേക്ക് ബസ്സിൽ പോകാൻ ഹെൻറിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഡിഡ് നോട്ട് വാണ്ട് ടു എന്നാൽ താല്പര്യമുണ്ടായിരുന്നില്ല. ടു ടേക്ക് ദ ബസ് ഹോം, വീട്ടിലേക്ക് ബസ്സിൽ പോകാൻ. ദി എയർ വാസ് ഹെവി, അന്തരീക്ഷം മടുപ്പിക്കുന്നതായിരുന്നു. ദി എയർ വാസ് ഹെവി. ഹെവി എന്നാൽ ഇവിടെ കനത്തത് എന്നുള്ള അർത്ഥം. വായു കനത്തതായിരുന്നു. മറ്റൊരർത്ഥം അൺകംഫർട്ടബിൾ എന്നുള്ള അർത്ഥമാണ്. അസൗകര്യമായ, തിക്ക്, അതുപോലെ സാന്ദ്രത കൂടിയ, ഇതൊക്കെയാണ് അർത്ഥം. അത്തരത്തിലുള്ളതായിരുന്നു അന്തരീക്ഷം. ആൻഡ് ദ ബസ് വാസ് ഓഫൺ ക്രൗഡഡ്, ക്രൗഡഡ് എന്നാൽ തിരക്കുള്ള എന്നുള്ള അർത്ഥമാണ്. ഒരുപാട് ആളുകളുള്ള. ഓഫൺ എന്നാൽ പലപ്പോഴും ബസ്സിൽ നല്ല തിരക്കായിരുന്നു. ദ ബസ് വാസ് ഓഫൺ ക്രൗഡഡ്. ഹി ഡിസൈഡഡ്, അദ്ദേഹം തീരുമാനിച്ചു. ടു വോക്ക്, നടക്കാൻ തീരുമാനിച്ചു. ഹി വാണ്ടഡ്, അദ്ദേഹം ആഗ്രഹിച്ചു. ടു ഫീൽ ദ വാം സൺ, ഫീൽ ദ വാം സൺ എന്നാൽ ചൂടുള്ള സൂര്യപ്രകാശം അനുഭവിക്കുക എന്നുള്ള അർത്ഥമാണ്. ഫീൽ എന്നാൽ അനുഭവിക്കുക, വാം സൺ എന്നാൽ ചൂടുള്ള സൂര്യപ്രകാശം. ആൻഡ് മൂവ് സ്ലോലി, നടക്കാനും, പതുക്കെ നടക്കാനും. മൂവ് എന്നാൽ നീങ്ങുക, നടക്കുക, ഇതൊക്കെയാണ് അർത്ഥം. മൂവ് സ്ലോലി എന്നാൽ പതുക്കെ നടക്കുക. ചൂടുള്ള സൂര്യപ്രകാശം ആസ്വദിച്ചുകൊണ്ട് പതുക്കെ നടക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. വൈൽ വാക്കിംഗ്, നടക്കുന്നതിനിടയിൽ. ത്രൂ എ ക്വയറ്റ് സ്ട്രീറ്റ്, ക്വയറ്റ് എന്നാൽ നിശബ്ദമായ, സമാധാനപരമായ എന്നൊക്കെയുള്ള അർത്ഥമാണ്. സ്ട്രീറ്റ് എന്നാൽ തെരുവ്. വൈൽ വാക്കിംഗ് എന്നാൽ നടക്കുന്നതിനിടയിൽ. ഒരു നിശബ്ദമായ ഒരു തെരുവിലൂടെ നടക്കുന്നതിനിടയിൽ. ഹി സോ, അദ്ദേഹം കണ്ടു. എ സ്മോൾ, ഒരു ചെറിയ. ഓൾഡ് ഷോപ്പ്, ഒരു പഴയ ചെറിയൊരു കട അദ്ദേഹം നിശബ്ദമായ തെരുവിലൂടെ നടക്കുന്നതിനിടയിൽ കണ്ടു. ദ ഷോപ്പ് വിൻഡോ വാസ് ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓൾഡ് തിങ്സ്. സ്ട്രേഞ്ച് എന്നാൽ അസാധാരണമായ, ഫുൾ ഓഫ് എന്നാൽ മുഴുവനായും, ഓൾഡ് തിങ്സ് എന്നാൽ പഴയ വസ്തുക്കൾ. വിൻഡോ എന്നാൽ ചില്ലുജാലകം. ആ കടയുടെ ചില്ലുജാലകം വിചിത്രമായ പഴയ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ദർ വേർ, അവിടെ ഉണ്ടായിരുന്നു. ദർ വേർ ബ്രോക്കൺ ക്ലോക്സ്. ബ്രോക്കൺ എന്നാൽ കേടായ എന്നുള്ള അർത്ഥമാണ്. പ്രവർത്തിക്കാത്ത ക്ലോക്കുകൾ ഉണ്ടായിരുന്നു. ഓൾഡ് കപ്സ്, പഴയ കപ്പുകൾ ഉണ്ടായിരുന്നു. ആൻഡ് ഡസ്റ്റി ടോയ്സ്, ടോയ്സ് എന്നാൽ കളിപ്പാട്ടങ്ങൾ. ഡസ്റ്റി എന്നാൽ പൊടി നിറഞ്ഞ കളിപ്പാട്ടങ്ങളും പഴയ കപ്പുകളും പ്രവർത്തിക്കാത്ത ക്ലോക്കുകളും അവിടെ ഉണ്ടായിരുന്നു. ഹെൻറി ലൈക്ഡ്, ഹെൻറി ഇഷ്ടപ്പെട്ടിരുന്നു. ഓൾഡ് തിങ്സ്, പഴയ വസ്തുക്കൾ ഹെൻറി ഇഷ്ടപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമായി, ഇതൊക്കെയാണ് അർത്ഥം. സോ, ആയതുകൊണ്ട്. ഹി സ്റ്റോപ്ഡ്, അദ്ദേഹം നിന്നു. ആൻഡ് ലുക്ഡ്, അദ്ദേഹം നോക്കി. ആ ചില്ലുജാലകത്തിനുള്ളിലേക്ക് അദ്ദേഹം നോക്കി. ആഫ്റ്റർ എ മൊമെൻറ്റ്, ഒരു നിമിഷം നോക്കിയ ശേഷം. ഹി വെൻറ്റ് ഇൻസൈഡ്, അദ്ദേഹം അകത്തേക്ക് പോയി. ഹി വെൻറ്റ് എന്നാൽ അദ്ദേഹം പോയി. ഇൻസൈഡ്, അകത്തേക്ക്, ആ കടയുടെ ഉള്ളിലേക്ക് പോയി. ഗുഡ് ഈവനിങ് സെഡ് ദ മാൻ ബിഹൈൻഡ് ദ കൗണ്ടർ. ബിഹൈൻഡ് എന്നാൽ പിറകിലുള്ള എന്നുള്ള അർത്ഥം. പിറകിലുണ്ടായിരുന്ന ആ പുരുഷൻ പറഞ്ഞു, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഹെൻറി സെഡ്, ഹെൻറി തിരിച്ചു പറഞ്ഞു, ഗുഡ് ഈവനിങ്. മേ ഐ ലുക്ക് അറൗണ്ട് യുവർ ഷോപ്പ്, ഞാൻ നിങ്ങളുടെ കടയിലൊന്ന് ചുറ്റി നോക്കിക്കോട്ടെ എന്നുള്ള അർത്ഥമാണ്. മേ ഐ ലുക്ക് അറൗണ്ട് യുവർ ഷോപ്പ്. ഇവിടെ അനുവാദം ചോദിക്കുകയാണ്. മേ ഐ ലുക്ക് അറൗണ്ട് യുവർ ഷോപ്പ്. ലുക്ക് അറൗണ്ട് എന്നാൽ ചുറ്റും നോക്കുക. യുവർ ഷോപ്പ്, നിങ്ങളുടെ കട. മേ ഐ എന്നാൽ എനിക്ക് ചെയ്യാമോ എന്നുള്ള അർത്ഥമാണ്. യെസ്, അതെ. യെസ്, യു മേ, നിങ്ങൾക്ക് നോക്കാം. ദ മാൻ സെഡ്, ആ കടയിലുണ്ടായിരുന്ന വ്യക്തി പറഞ്ഞു. ഹെൻറി വോക്ക്ഡ് അറൗണ്ട് ദ ഷോപ്പ് സ്ലോലി. ഹെൻറി ആ കടയുടെ ചുറ്റും നടന്നു. സ്ലോലി, സാവധാനത്തിൽ. അദ്ദേഹം ആ കടയുടെ ഉള്ളിൽ നടന്നു. ദെൻ, അപ്പോൾ. ഹി സോ, അദ്ദേഹം കണ്ടു. എ സ്മോൾ ഡോൾ. ഡോൾ എന്നാൽ പാവ എന്നുള്ള അർത്ഥമാണ്. ഒരു ചെറിയ പാവ അദ്ദേഹം കണ്ടു.
ഓൺ എ ഹൈ ഷെൽഫ്. ഷെൽഫ് എന്നാൽ അലമാരത്തട്ട്. ഉയരത്തിലുള്ള അലമാരത്തട്ടിൽ അദ്ദേഹം ഒരു ചെറിയ പാവ കണ്ടു. ഇറ്റ് വാസ് നോട്ട് ബ്രൈറ്റ് ഓർ പ്രിട്ടി. ബ്രൈറ്റ് എന്നാൽ തിളക്കമുള്ള, പ്രിട്ടി എന്നാൽ മനോഹരമായ. അത് മനോഹരമായതോ പ്രകാശമുള്ളതോ തിളക്കമുള്ളതോ ആയിരുന്നില്ല. അത് തിളക്കമുള്ളതോ മനോഹരമായതോ ആയിരുന്നില്ല. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക്, അത് കാണപ്പെട്ടു, എ ടൈനി ഓൾഡ് മാൻ. അത് കണ്ടിട്ട് തോന്നിയിരുന്നത് ഒരു ചെറിയ പ്രായമായ മനുഷ്യനെ പോലെയായിരുന്നു. ടൈനി എന്നാൽ ചെറിയ. ദ ഡോൾ ഹാഡ്, ആ പാവക്ക് ഉണ്ടായിരുന്നു, വൈറ്റ് ഹെയർ, വെള്ള നിറത്തിലുള്ള മുടി, ആൻഡ് ഡാർക്ക് ക്ലോത്ത്സ്, ഇരുണ്ട വസ്ത്രങ്ങളും വെള്ള നിറത്തിലുള്ള മുടിയും ആ പാവക്ക് ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഫേസ്, അതിൻ്റെ മുഖം, ലുക്ക്ഡ്, കാണപ്പെട്ടു, കണ്ടിട്ട് തോന്നിയിരുന്നത്, ടയേർഡ് ആൻഡ് സാഡ്, ദുഃഖമുള്ളതും ക്ഷീണിച്ചതുമായിരുന്നു. അത്തരത്തിലായിരുന്നു അതിൻ്റെ മുഖം കണ്ടിട്ട് തോന്നിയിരുന്നത്. ഹെൻറി ഫെൽറ്റ് സംതിങ് സ്ട്രേഞ്ച്. ഹെൻറിക്ക് തോന്നി സംതിങ് സ്ട്രേഞ്ച്, ഒരു അസാധാരണമായി വിചിത്രമായി അദ്ദേഹത്തിന് തോന്നി. ഇൻ ഹിസ് ചെസ്റ്റ്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അദ്ദേഹത്തിൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു വിചിത്രമായ, ഒരു അസാധാരണമായതായി അദ്ദേഹത്തിന് തോന്നി. ഒരു അസാധാരണത്വം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. വെൻ ഹീ സോ ഇറ്റ്, അദ്ദേഹം അത് കണ്ട സമയത്ത്. ഹീ തോട്ട്, അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. ദിസ് ഡോൾ ലുക്സ് ലോൺലി, ഈ പാവ ഒറ്റപ്പെട്ടതായി തോന്നുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. ഹൗ മച്ച് ഈസ് ദിസ് ഡോൾ, ഈ പാവയ്ക്ക് എത്രയാണ് വില? ഹെൻറി ചോദിച്ചു. ദ ഷോപ്പ് മാൻ, ആ കടയിലെ പുരുഷൻ, ലുക്ക്ഡ് അറ്റ് ഇറ്റ്, അതിലേക്ക് നോക്കി, ആൻഡ് തോട്ട്, നോക്കിക്കൊണ്ട് ചിന്തിച്ചു. ഫോർ എ മൊമെൻറ്റ്, ഒരു നിമിഷം അദ്ദേഹം അതിലേക്ക് നോക്കിക്കൊണ്ട് ചിന്തിച്ചു. തോട്ട് എന്നാൽ ചിന്തിച്ചു. ഫോർ എ മൊമെൻറ്റ്, ഒരു നിമിഷം. 4 he said, അദ്ദേഹം പറഞ്ഞു. 4 he said. 4 was a lot of money for an old doll. ഒരു പാവക്ക് 4 രൂപ, അതൊരു വലിയ തുകയാണ്. പക്ഷേ ഹെൻറി പണം നൽകി, പണമടച്ചു. ഹി ഡിഡ് നോട്ട് നോ, അദ്ദേഹത്തിന് അറിയുകയില്ലായിരുന്നു. വൈ ഹി വാണ്ടഡ് ഇറ്റ്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് വേണ്ടി വന്നത്, അദ്ദേഹം അത് എന്തിനാണ് വാങ്ങിച്ചത് എന്ന് അദ്ദേഹത്തിന് അറിയുകയില്ലായിരുന്നു. ഹി ടുക്ക് ദ ഡോൾ ഔട്ട്സൈഡ്, അദ്ദേഹം ആ പാവ പുറത്തേക്ക് കൊണ്ടുപോയി. ആൻഡ് ലുക്ക്ഡ് അറ്റ് ഇറ്റ്സ് ഫേസ്, എന്നിട്ട് അദ്ദേഹം അതിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇറ്റ്സ് എന്നാൽ അതിൻ്റെ, ആ പാവയുടെ മുഖത്തേക്ക് അദ്ദേഹം അതിനെ പുറത്തേക്ക് കൊണ്ടുപോയി നോക്കി. ഫോർ എ സെക്കൻഡ്, ഒരു നിമിഷത്തേക്ക്. ഇറ്റ് സീംഡ്, അത് കാണപ്പെട്ടു. ഇറ്റ് സീംഡ് ടു സ്മൈൽ, അത് പുഞ്ചിരിച്ച പോലെ തോന്നി. ദാറ്റ് ഈസ് സിലി, അത് മണ്ടത്തരമാണ്. ഹെൻറി സെഡ് ക്വയറ്റ്ലി, ഹെൻറി പതുക്കെ പറഞ്ഞു. അങ്ങനെ തോന്നിയത് അതൊരു മണ്ടത്തരമാണ്. സിലി എന്നാൽ മണ്ടത്തരം അല്ലെങ്കിൽ വിഡ്ഢിത്തം, ഇതൊക്കെയാണ് അർത്ഥം. യു ആർ ഓൺലി എ ഡോൾ, നീ ഒരു പാവ മാത്രമാണ്. ഹി പുട്ട്, അദ്ദേഹം ഇട്ടു. ദ ഡോൾ, അദ്ദേഹം ആ പാവയെ ഇട്ടു. ഇൻ ടു ഹിസ് വർക്ക് ബാഗ്, അദ്ദേഹത്തിൻ്റെ ജോലിസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ബാഗിലേക്ക് അദ്ദേഹം ആ പാവയെ ഇട്ടു. വിത്ത് ഹിസ് പേപ്പേഴ്സ്, അദ്ദേഹത്തിൻ്റെ പേപ്പറുകളുടെ കൂടെ. ആൻഡ്, എന്നിട്ട് വെൻ ടു ദ ബസ് സ്റ്റോപ്പ്, അദ്ദേഹം ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ഹെൻറി വാസ് ടയേർഡ്, ഹെൻറി ക്ഷീണിച്ചിരുന്നു. സോ, ആയതുകൊണ്ട്, ഹി സാറ്റ്, അദ്ദേഹം ഇരുന്നു. ഹി സാറ്റ് ഓൺ ദ ബസ് ആൻഡ് ക്ലോസ്ഡ് ഹിസ് ഐസ്, അദ്ദേഹം ക്ഷീണിച്ചിരുന്നു. ആയതുകൊണ്ട് അദ്ദേഹം ബസ്സിലിരുന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അടച്ചു. ക്ലോസ്ഡ് ഹിസ് ഐസ്, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അടച്ചു. സാറ്റ് എന്നാൽ ഇരുന്നു. വെൻ, ആ സമയത്ത്. വെൻ ദ ടിക്കറ്റ് മാൻ കെയിം, കണ്ടക്ടർ വന്ന സമയത്ത്. വെൻ ദ ടിക്കറ്റ് മാൻ കെയിം, കണ്ടക്ടർ വന്ന സമയത്ത്. എ ലൗഡ് വോയിസ് സഡൻലി സെഡ്, എ ലൗഡ് വോയിസ് എന്നാൽ ഉച്ചത്തിലുള്ള ഒരു ശബ്ദം. സഡൻലി എന്നാൽ പെട്ടെന്ന്, അപ്രതീക്ഷിതമായി. സെഡ് എന്നാൽ പറഞ്ഞു. പെട്ടെന്ന് ഒരു ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടു. ഗോ അവേ, പോകൂ, ദൂരെ പോകൂ. സ്റ്റുപ്പിഡ് മാൻ, സ്റ്റുപ്പിഡ് മാൻ എന്നാൽ വിഡ്ഢിയായ മനുഷ്യൻ എന്നുള്ള അർത്ഥമാണ്. വിഡ്ഢിയായ മനുഷ്യ, പോകൂ. ഇത്തരത്തിലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് കേട്ടു ആ കണ്ടക്ടർ വന്ന സമയത്ത്. പീപ്പിൾ ടേൺഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹെൻറി, ആളുകൾ തിരിഞ്ഞ് ഹെൻറിയെ നോക്കി.
ലുക്ഡ് അറ്റ് ഹെൻറി എന്നാൽ ഹെൻറിയെ നോക്കി. പീപ്പിൾ ടേൺഡ് എന്നാൽ ആളുകൾ തിരിഞ്ഞു. ആളുകൾ തിരിഞ്ഞുകൊണ്ട് ഹെൻറിയെ നോക്കി. ദ ടിക്കറ്റ് മാൻ വാസ് ആംഗ്രി. കണ്ടക്ടർ കോപാകുലനായി. വൈ ഡിഡ് യു സേ ദാറ്റ്? നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? വൈ ഡിഡ് യു സേ ദാറ്റ്? ഹി ആസ്ക്ഡ്. അദ്ദേഹം ചോദിച്ചു. ഐ ഡിഡ് നോട്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. ഹെൻറി സെഡ് സോഫ്റ്റ്ലി. സോഫ്റ്റ്ലി എന്നാൽ സൗമ്യമായിക്കൊണ്ട് ഹെൻറി പറഞ്ഞു. ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ദ ടിക്കറ്റ് മാൻ ഗെയ്വ്. ഗെയ്വ് എന്നാൽ നൽകി. കണ്ടക്ടർ നൽകി. ഹിം അദ്ദേഹത്തിന്. ഹെൻറിക്ക് നൽകി. ദ ടിക്കറ്റ് നൽകി. ആൻഡ് വോക്ക്ഡ് അവേ. ടിക്കറ്റ് നൽകിക്കൊണ്ട് അദ്ദേഹം നടന്നകന്നു. അദ്ദേഹം നടന്നു പോയി. ഹി ലുക്ഡ് അൺഹാപ്പി. അദ്ദേഹത്തെ അസന്തുഷ്ടനായി കാണപ്പെട്ടു. അൺഹാപ്പി എന്നാൽ അസന്തുഷ്ടനായ. ഹി ലുക്ഡ് എന്നാൽ അദ്ദേഹത്തെ കാണപ്പെട്ടു. വെൻ ഹെൻറി ഗോട്ട് ഹോം. ഹെൻറി വീട്ടിൽ എത്തിയ സമയത്ത് ഹി ഫെൽറ്റ് കൺഫ്യൂസ്ഡ് ആൻഡ് ടയേർഡ്. അദ്ദേഹത്തിന് ആശയക്കുഴപ്പവും ക്ഷീണവും അനുഭവപ്പെട്ടു. കൺഫ്യൂസ്ഡ് എന്നാൽ ആശയക്കുഴപ്പത്തിലായ. ടയേർഡ് എന്നാൽ ക്ഷീണം തോന്നിയ. ഹി ടുക്ക് ദ ഡോൾ ഔട്ട്. അദ്ദേഹം ആ പാവ പുറത്തേക്കെടുത്തു. ഔട്ട് ഓഫ് ഹിസ് ബാഗ്. അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്നും, സഞ്ചിയിൽ നിന്നും അദ്ദേഹം ആ പാവ പുറത്തെടുത്തു. ഇറ്റ് സ്റ്റുഡ് ഓൺ ദ ടേബിൾ. അതിനെ മേശപ്പുറത്ത് വച്ചു. ദ ഫേസ് വാസ് നോട്ട് നൈസ്. അതിൻ്റെ മുഖം ആകർഷഭരിതമായിരുന്നില്ല. ദ ഫേസ് വാസ് നോട്ട് നൈസ്. ഇറ്റ് വാസ് അഗ്ലി. അഗ്ലി എന്നാൽ വിരൂപമായ എന്നുള്ള അർത്ഥമാണ്. അത് വിരൂപമായിരുന്നു. ബട്ട് ഇറ്റ് ഹാഡ്. പക്ഷെ അതിനുണ്ടായിരുന്നു എ സ്മോൾ സ്മൈൽ. പക്ഷെ അതിന് ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. ഹെൻറി എയ്റ്റ്. ഹെൻറി കഴിച്ചു. എ ലിറ്റിൽ ഫുഡ്. ഹെൻറി അല്പം ഭക്ഷണം കഴിച്ചു. ആൻഡ് വെൻറ്റ് ടു ബെഡ്. എന്നിട്ട് അദ്ദേഹം ഉറങ്ങാൻ പോയി. സൂൺ. വൈകാതെ. ഹി ഫെൽ അസ്ലീപ്പ്. അദ്ദേഹം ഉറക്കത്തിലാണ്ടു. അദ്ദേഹം ഉറങ്ങിപ്പോയി. ഫെൽ അസ്ലീപ്പ് എന്നാൽ ഉറക്കത്തിലാണ്ടു. ഇൻ ദ മോർണിംഗ്. രാവിലെ. ദ സൺ. സൂര്യപ്രകാശം. കെയിം. വന്നു. ത്രൂ ദ വിൻഡോ. ജനലിലൂടെ സൂര്യപ്രകാശം രാവിലെ വന്നു. ആ സമയത്ത് ഹെൻറി ഓപ്പൺഡ്. ഹെൻറി തുറന്നു. ഹിസ് ഐസ്. ഹെൻറി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുറന്നു. സംതിങ് വാസ് നെക്സ്റ്റ് ടു ഹിം. നെക്സ്റ്റ് ടു എന്നാൽ അടുത്ത് എന്നുള്ള അർത്ഥം. ഹിം എന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തോ ഒന്ന് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ദ ഡോൾ. അത് ആ പാവയായിരുന്നു. ഐ ലെഫ്റ്റ് യു ഓൺ ദ ടേബിൾ. ഞാൻ നിന്നെ മേശപ്പുറത്ത് വച്ചിരുന്നു. ലീവ് എന്നാൽ ഇവിടെ വയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ പാസ്റ്റാണ് ലെഫ്റ്റ്. ഞാൻ നിന്നെ മേശപ്പുറത്ത് വച്ചിരുന്നു. ഹെൻറി സെഡ്. ഹെൻറി പറഞ്ഞു. യു കനോട്ട് മൂവ്. നിനക്ക് ചലിക്കാൻ സാധിക്കുകയില്ല. ഹി ഫെൽറ്റ് കോൾഡ് ഇൻസൈഡ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. ഇവിടെ ഭയപ്പെട്ടുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. ഭയം തോന്നിയത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. ഹി സ്റ്റുഡ് അപ്പ്. അദ്ദേഹം എഴുന്നേറ്റു. സ്റ്റാൻഡപ്പ് എന്നാൽ എഴുന്നേൽക്കുക. അതിൻ്റെ പാസ്റ്റാണ് സ്റ്റുഡ് അപ്പ്. ഹി സ്റ്റുഡ് അപ്പ്. അദ്ദേഹം എഴുന്നേറ്റു. ആൻഡ് വെൻറ്റ് ടു ദ ഡോർ. എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റ് അദ്ദേഹം വാതിലിന് അടുത്തേക്ക് പോയി. 2 letters. 2 കത്തുകൾ. വേർ ഓൺ ദ ഫ്ലോർ. തറയിൽ 2 കത്തുകൾ ഉണ്ടായിരുന്നു. ബോത്ത് ലെറ്റേഴ്സ്. 2 കത്തുകളും. വേർ ഓപ്പൺ. 2 കത്തുകളും തുറന്ന നിലയിലായിരുന്നു. ബോത്ത് ലെറ്റേഴ്സ് വേർ ഓപ്പൺ. ഹെൻറി ഡിഡ് നോട്ട് നോ. ഹെൻറിക്ക് മനസ്സിലായില്ല. ഹു ഓപ്പൺഡ് ദം. ആ കത്തുകൾ ആരാണ് തുറന്നതെന്ന് ഹെൻറിക്ക് മനസ്സിലായില്ല. ഹെൻറി ഡിഡ് നോട്ട് നോ ഹു ഓപ്പൺഡ് ദം. ഹി ഡിഡ് നോട്ട് ഫീൽ ഹംഗ്രി. അദ്ദേഹത്തിന് വിശപ്പ് തോന്നിയില്ല. ഹംഗ്രി എന്നാൽ വിശപ്പ്. ഹി ഡിഡ് നോട്ട് ഫീൽ എന്നാൽ അദ്ദേഹത്തിന് തോന്നിയില്ല. അദ്ദേഹത്തിന് വിശപ്പ് തോന്നിയില്ല. ഹെൻറി വെൻറ്റ് ടു ദ ബസ് സ്റ്റോപ്പ്. ഹെൻറി ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ദ ബസ് കെയിം. ബസ് വന്നു. മെനി പീപ്പിൾ വേർ ഇൻസൈഡ്. അതിനകത്ത് ബസ്സിനുള്ളിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. മെനി പീപ്പിൾ വേർ ഇൻസൈഡ്. എൻ ഓൾഡ് വുമൺ. ഒരു പ്രായമായ സ്ത്രീ. സ്റ്റുഡ്. നിൽക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ലുക്ക് ടയേർഡ്. ക്ഷീണിതയായി കാണപ്പെട്ട ഒരു വൃദ്ധയായ സ്ത്രീ അതിനകത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ക്ഷീണിതയായി കാണപ്പെട്ട ഒരു വൃദ്ധയായ സ്ത്രീ അതിനകത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഹെൻറി സ്റ്റുഡ് അപ്പ്. ഹെൻറി എഴുന്നേറ്റു. ആൻഡ് ഗേവ് ഹെർ ഹിസ് സീറ്റ്. ഗെയ്വ് എന്നാൽ നൽകി. ഗെയ്വ് ഹെർ എന്നാൽ അവൾക്ക് നൽകി. ആ പ്രായമായ സ്ത്രീക്ക് നൽകി. ഹിസ് സീറ്റ് അദ്ദേഹത്തിൻ്റെ സീറ്റ്. ഹെൻറി എഴുന്നേറ്റ് ഹെൻറിയുടെ ഇരിപ്പിടം ആ പ്രായമായ സ്ത്രീക്ക് നൽകി. ഷീ സാറ്റ് ഡൗൺ. ആ സ്ത്രീ ഇരുന്നു. സ്ലോലി. സാവധാനത്തിൽ ആ സ്ത്രീ ആ ഇരിപ്പിടത്തിൽ ഇരുന്നു.
പിന്നീട് എ വോയിസ് സെഡ്, ഒരു ശബ്ദം പറഞ്ഞു, ഒരു ശബ്ദം കേട്ടു, യു സ്റ്റുപ്പിഡ് വുമൺ, നീ വിഡ്ഢിയായ സ്ത്രീ. ഇത്തരത്തിലുള്ള ഒരു സംസാരം പെട്ടെന്ന് കേട്ടു. ദ വുമൺ, ആ പ്രായമായ സ്ത്രീ, ലുക്ക്ഡ് അറ്റ് ഹെൻറി, ഹെൻറിയെ നോക്കി, വിത്ത് ആംഗ്രി ഐസ്, കോപാകുലയായ കണ്ണുകളോടെ, ദേഷ്യം പിടിച്ച കണ്ണുകളോടെ ആ പ്രായമായ സ്ത്രീ ഹെൻറിയെ നോക്കി. പീപ്പിൾ സ്റ്റേഡ്, ആളുകൾ തുറിച്ചു നോക്കി. സ്റ്റേ എന്നാൽ തുറിച്ചു നോക്കുക, സ്റ്റേഡ് തുറിച്ചു നോക്കി. ഹെൻറി ഫെൽറ്റ് ഹിസ് ഫേസ് ഗ്രോ ഹോട്ട്, ഹെൻറിക്ക് തൻ്റെ മുഖം ചൂടാകുന്ന പോലെ അനുഭവപ്പെട്ടു, ചൂടാകുന്നത് പോലെ തോന്നി. അതായത് ഇവിടെ അർത്ഥം ലജ്ജിച്ചതോ പരിഭ്രമിച്ചതോ ആയ സന്ദർഭത്തിൽ അനർത്ഥം. അത്തരം ഒരു സന്ദർഭത്തിൽ ഹെൻറിക്ക് അദ്ദേഹത്തിൻ്റെ മുഖം ചൂടാകുന്നത് പോലെ തോന്നി. ഹി റിമെമ്പേർഡ്, അദ്ദേഹം ഓർമ്മിച്ചു, ദ ഡോൾ, ആ പാവയെക്കുറിച്ച് ആ സമയത്ത് ഹെൻറി ഓർമ്മിച്ചു. ഹെൻറി ഗോട്ട് ഓഫ് ദ ബസ്, ഗെറ്റ് ഓഫ് എന്നാൽ ഇറങ്ങുക എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ പാസ്റ്റാണ് ഗോട്ട് ഓഫ്. ഹെൻറി ഗോട്ട് ഓഫ് ദ ബസ്, ഹെൻറി ബസ്സിൽ നിന്നും ഇറങ്ങി. അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്, അടുത്ത സ്റ്റോപ്പിൽ ഹെൻറി ബസ്സിൽ നിന്നും ഇറങ്ങി. ഹി ഓപ്പൺഡ്, അദ്ദേഹം തുറന്നു. ഹി ഓപ്പൺഡ് ഹിസ് ബാഗ്, അദ്ദേഹത്തിൻ്റെ ബാഗ് തുറന്നു. ദ ഡോൾ വാസ് ഇൻസൈഡ്, പാവ അകത്തുണ്ടായിരുന്നു. ഇറ്റ് ഹാഡ്, അതിനുണ്ടായിരുന്നു. ഇറ്റ് ഹാഡ് എ വൈഡ് സ്മൈൽ, വൈഡ് സ്മൈൽ എന്നാൽ വിടർന്ന പുഞ്ചിരി എന്നുള്ള അർത്ഥമാണ്. ആ പാവയുടെ മുഖത്ത് ഒരു വിടർന്ന പുഞ്ചിരിയുണ്ടായിരുന്നു. ഹെൻറി വച്ചു ദ ഡോൾ, ആ പാവയെ, ഓൺ ദ ഗ്രൗണ്ട്, തറയിൽ, ആൻഡ് വോക്ക്ഡ്, എന്നിട്ട് നടന്നു, വോക്ക്ഡ് അവേ, നടന്നു പോയി, ഫാസ്റ്റ്, വേഗത്തിൽ. ഹെൻറി ആ പാവയെ തറയിൽ വച്ച് വേഗത്തിൽ നടന്നു പോയി. ദാറ്റ് ഈസ് ദി എൻഡ്, ഹി സെഡ് ടു ഹിംസെൽഫ്. ഹി സെഡ് ടു ഹിംസെൽഫ് എന്നാൽ അദ്ദേഹം അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു. ഇതോടെയെല്ലാം അവസാനിച്ചു. ദാറ്റ് ഈസ് ദി എൻഡ്, ഇതോടെയെല്ലാം അവസാനിച്ചു. അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു. ഹെൻറി വർക്ക്ഡ് ഓൾ ഡേ, ദിവസം മുഴുവൻ ഹെൻറി ജോലി ചെയ്തിരുന്നു. ഹെൻറി ട്രൈഡ്, ഹെൻറി ശ്രമിച്ചു. നോട്ട് ടു തിങ്ക്, ചിന്തിക്കാതിരിക്കാൻ, ആ പാവയെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ ഹെൻറി ശ്രമിച്ചു. ആഫ്റ്റർ വർക്ക്, ജോലിക്ക് ശേഷം, ജോലി കഴിഞ്ഞതിന് ശേഷം, ഹി വെൻറ്റ് ടു ദ ബസ് സ്റ്റോപ്പ്, അദ്ദേഹം ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ഹിസ് ഹാർട്ട് സ്റ്റോപ്ഡ്, അദ്ദേഹത്തിൻ്റെ ഹൃദയം നിലച്ചു. ദ ഡോൾ വാസ് ദർ, ആ പാവ അവിടെയുണ്ടായിരുന്നു. ഇറ്റ് സ്റ്റുഡ്, അത് നിന്നുകൊണ്ട്, ഇറ്റ് സ്റ്റുഡ് നിയർ ദ സ്റ്റോപ്പ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. നിയർ ദ സ്റ്റോപ്പ് എന്നാൽ സ്റ്റോപ്പിനടുത്ത് നിന്നുകൊണ്ട്, ആ സ്റ്റോപ്പിന് അടുത്ത് നിന്നുകൊണ്ട് അത് ഹെൻറിയെ നോക്കി. ലുക്ക്ഡ് അറ്റ് ഹിം എന്നാൽ അദ്ദേഹത്തെ നോക്കി. ഹെൻറി റാൻ അവേ, റൺ അവേ എന്നാൽ ഓടിപ്പോകുക, അതിൻ്റെ പാസ്റ്റാണ് റാൻ അവേ. ഹെൻറി റാൻ അവേ, ഹെൻറി ഓടിപ്പോയി. ഹി ഡിസൈഡഡ്, അദ്ദേഹം തീരുമാനിച്ചു. ടു വോക്ക് ഹോം, വീട്ടിലേക്ക് നടന്നു പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. ദ വോക്ക് വാസ് ലോങ്, നടന്നു പോകാനുള്ള ദൂരം വളരെ കൂടുതലായിരുന്നു. ഹിസ് ലെഗ്സ് ഹേർട്ട്, അദ്ദേഹത്തിൻ്റെ കാലുകൾ വേദനിച്ചു. ഹി സ്റ്റോപ്ഡ്, അദ്ദേഹം നിന്നു. അറ്റ് എ സ്മോൾ പാർക്ക്, ഒരു ചെറിയ പാർക്കിൽ അദ്ദേഹം നിന്നു. ആൻഡ് സാറ്റ് ഓൺ എ ചെയർ, എന്നിട്ട് അദ്ദേഹം ഒരു കസേരയിൽ ഇരുന്നു. സാറ്റ് എന്നാൽ ഇരുന്നു, ഓൺ എ ചെയർ ഒരു കസേരയിൽ. അദ്ദേഹം ഒരു ചെറിയ പാർക്കിൻ്റെ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ഒരു കസേരയിൽ ഇരുന്നു. ഹി സ്ലെപ്റ്റ്, അദ്ദേഹം ഉറങ്ങി. സ്ലീപ്പ് എന്നാൽ ഉറങ്ങുക, അതിൻ്റെ പാസ്റ്റാണ് സ്ലെപ്റ്റ്, അദ്ദേഹം ഉറങ്ങി. ഹി സ്ലെപ്റ്റ്, അദ്ദേഹം ഉറങ്ങി. ഫോർ എ ലോങ് ടൈം, ഒരുപാട് നീണ്ട സമയത്തോളം അദ്ദേഹം ഉറങ്ങി. എ ലൗഡ് സൗണ്ട്, ഒരു ഉച്ചത്തിലുള്ള ശബ്ദം. വോക്ക് ഹിം, അദ്ദേഹത്തെ ഉണർത്തി. വെയ്ക്ക് എന്നാൽ ഉണർത്തുക, അതിൻ്റെ പാസ്റ്റാണ് വോക്ക്, ഉണർത്തി. വോക്ക് ഹിം, അദ്ദേഹത്തെ ഉണർത്തി. അറ്റ് ഹോം, വീട്ടിൽ വച്ച് അദ്ദേഹത്തെ അന്ന് രാത്രി ഒരു വലിയ ശബ്ദം ഉണർത്തി. ലേറ്റർ ദാറ്റ് നൈറ്റ് എന്നാൽ അന്ന് രാത്രി പിന്നീട് വീട്ടിലുണ്ടായിരിക്കുന്ന സമയത്ത് ഒരു ഉച്ചത്തിലുള്ള ശബ്ദം അദ്ദേഹത്തെ ഉണർത്തി. ഹെൻറി ഗോട്ടപ്പ്, ഹെൻറി എഴുന്നേറ്റു. ആൻഡ് വെൻറ്റ്, എഴുന്നേറ്റ് അദ്ദേഹം പോയി. ടു ദ നെക്സ്റ്റ് റൂം, അടുത്ത റൂമിലേക്ക് അദ്ദേഹം പോയി. കപ്സ് ആൻഡ് പ്ലേറ്റ്സ്, കപ്പുകളും പ്ലേറ്റുകളും വേർ ബ്രോക്കൺ, ഉടഞ്ഞിട്ടുണ്ടായിരുന്നു, ഉടഞ്ഞ നിലയിലായിരുന്നു. ഓൺ ദ ഫ്ലോർ, തറയിൽ പ്ലേറ്റുകളും കപ്പുകളും ഉടഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. കപ്സ് ആൻഡ് പ്ലേറ്റ്സ് വേർ ബ്രോക്കൺ ഓൺ ദ ഫ്ലോർ. ഓൺ ദ ഫ്ലോർ എന്നാൽ തറയിൽ.
ദ ഡോൾ സാറ്റ് ഓൺ ദ ടേബിൾ. മേശയ്ക്ക് മുകളിൽ പാവ ഇരിക്കുന്നുണ്ടായിരുന്നു. ദിസ് ഈസ് നോട്ട് എ ടോയ്. ഇതൊരു കളിപ്പാവയല്ല, ഇതൊരു കളിപ്പാട്ടമല്ല. ഹെൻറി പറഞ്ഞു. ദിസ് തിങ് ഈസ് നോട്ട് ഗുഡ്. ഇതൊരു നല്ലതല്ല, ഇതൊരു നല്ല വസ്തുവല്ല, അദ്ദേഹം പറഞ്ഞു. ഹീ ടുക്ക്. അദ്ദേഹം കൊണ്ടുപോയി ദ ഡോൾ, ആ പാവയെ, ഇൻ ടു ദ ഗാർഡൻ, പൂന്തോട്ടത്തിലേക്ക് അദ്ദേഹം ആ പാവയെ കൊണ്ടുപോയി. ഹി ഡഗ്. അദ്ദേഹം കുഴിച്ചു. ഡിഗ് എന്നാൽ കുഴിക്കുക, അതിൻ്റെ പാസ്റ്റാണ് ഡഗ്, കുഴിച്ചു. ഹി ഡഗ്. അദ്ദേഹം കുഴിച്ചു. എ ഡീപ്പ് ഹോൾ. ഒരു ആഴത്തിലുള്ള ഒരു മാളം അദ്ദേഹം കുഴിച്ചു. ആൻഡ് പുട്ട്. എന്നിട്ട് അദ്ദേഹം വച്ചു, ഇട്ടു. ദ ഡോൾ, ആ പാവയെ, ഇൻസൈഡ്, അതിനകത്തേക്ക്. അദ്ദേഹം ഒരു ആഴത്തിലുള്ള ഒരു കുഴി കുഴിച്ച് ആ പാവയെ അദ്ദേഹം അതിനകത്ത് ഇട്ടു. ഹി കവേർഡ്. അദ്ദേഹം മൂടി ഇറ്റ്, അത്, ആ പാവയെ, വിത്ത് സോയിൽ. സോയിൽ എന്നാൽ മണ്ണ് കൊണ്ട് അദ്ദേഹം ആ പാവയെ മൂടി. യു വിൽ സ്റ്റേ ഹിയർ ഫോർ എവർ. ഫോർ എവർ എന്നാൽ എന്നേക്കും. എന്നെന്നും നീ ഇവിടെ നിൽക്കും, നീ ഇതിനകത്തായിരിക്കും. ഹെൻറി പറഞ്ഞു. ദാറ്റ് നൈറ്റ്. അന്ന് രാത്രി, ആ രാത്രി, ഹെൻറി കണ്ടു ടെലിവിഷൻ. ഹെൻറി ടി വി കണ്ടു. ആൻഡ് ലേ ഓൺ ദ കൗച്ച്. കൗച്ച് എന്നാൽ ചെറിയ കട്ടിലിൽ കിടന്നുകൊണ്ട് ഹെൻറി അന്ന് രാത്രി, ആ രാത്രി, ടി വി കണ്ടു. ലേറ്റർ. അതിനുശേഷം ഹി വെന്റ് ടു ബെഡ്. അദ്ദേഹം ഉറങ്ങാൻ പോയി. ദ ഹൗസ് വാസ് ക്വയറ്റ്. വീട് നിശബ്ദമായിരുന്നു. ക്വയറ്റ് എന്നാൽ നിശബ്ദമായ. ദ ഹൗസ് വാസ് ക്വയറ്റ്. വീട് നിശബ്ദമായിരുന്നു. ആഫ്റ്റർ സം ടൈം. കുറച്ച് സമയത്തിന് ശേഷം, എ സൗണ്ട് കെയിം. ഒരു ശബ്ദം വന്നു, ഒരു ശബ്ദം കേട്ടു. ഫ്രം ദ ബാക്ക് ഡോർ. പിറകിലെ വാതിലിൻ്റെ വശത്ത് നിന്നും കുറച്ച് സമയത്തിന് ശേഷം ഒരു ശബ്ദം കേട്ടു. ഹെൻറി ഫെൽറ്റ് അഫ്രൈഡ്. ഹെൻറിക്ക് ഭയം തോന്നി. അഫ്രൈഡ് എന്നാൽ ഭയം, ഫെൽറ്റ് എന്നാൽ തോന്നി. ഹെൻറിക്ക് ഭയം തോന്നി. ബട്ട് പക്ഷേ, എങ്കിലും, ഹി ഓപ്പൺഡ് ഇറ്റ്. അദ്ദേഹം അത്, വാതിൽ തുറന്നു. ദ ഡോൾ സ്റ്റുഡ് ദർ. ആ പാവ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഡേർട്ടി. ഡേർട്ടി എന്നാൽ വൃത്തിയില്ലാത്ത എന്നുള്ള അർത്ഥമാണ്, ചെളി പുരണ്ട. ഫ്രം ദ ഗ്രൗണ്ട് എന്നാൽ നിലത്ത് കിടന്നതുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. അത് നിലത്ത് കിടന്നതിനാൽ അതിൽ അഴുക്കായിരുന്നു. ഇറ്റ് സ്മൈൽഡ്. അത്, ആ പാവ പുഞ്ചിരിച്ചു. ഗോ അവേ. ദൂരെ പോകൂ, പോ. ഹെൻറി പറഞ്ഞു. പ്ലീസ് ഗോ അവേ. ദയവായി ദൂരെ പോ. ദ ഡോൾ ഡിഡ് നോട്ട് സ്പീക്ക്. ആ പാവ സംസാരിച്ചില്ല. ഹെൻറി വാസ് ആംഗ്രി ആൻഡ് അഫ്രൈഡ്. ഹെൻറിക്ക് ദേഷ്യവും ഭയവും വന്നു. ഹി മെയ്ഡ് എ ബിഗ് ഫയർ. ഫയർ എന്നാൽ തീക്കൂന. അദ്ദേഹം ഒരു വലിയ തീക്കൂനയുണ്ടാക്കി. ഇൻ ദ ഗാർഡൻ. പൂന്തോട്ടത്ത് അദ്ദേഹം ഒരു വലിയ തീക്കൂനയുണ്ടാക്കി, തീജ്വാല ഉണ്ടാക്കി. ഹി ത്രൂ. അദ്ദേഹം എറിഞ്ഞു. ത്രോ എന്നാൽ എറിയുക, അതിൻ്റെ പാസ്റ്റാണ് ത്രോ, എറിഞ്ഞു. ഹി ത്രൂ. അദ്ദേഹം എറിഞ്ഞു. ദ ഡോൾ. ആ പാവയെ. ഇൻ ടു ദ ഫയർ. ആ തീജ്വാലയിലേക്ക് അദ്ദേഹം ആ പാവയെ എറിഞ്ഞു. ദ ഫയർ ബേൺഡ് ബ്രൈറ്റ് ആൻഡ് ഹോട്ട്. ആ തീ തീവ്രമായ പ്രകാശത്തോടെയും ചൂടോടെയും കത്തി. ബേൺഡ് ബ്രൈറ്റ് എന്നാൽ നല്ല പ്രകാശത്തോടെ. ബേൺഡ് ഹോട്ട് എന്നാൽ ചൂടോടെ കത്തി. നല്ല പ്രകാശത്തോടെയും ശക്തമായ ചൂടോടെയും ആ തീ കത്തിക്കൊണ്ടിരുന്നു. പീപ്പിൾ. ആളുകൾ. റാൻ ഔട്ട്. പുറത്തേക്ക് ഓടി വന്നു. ഓഫ് ദെയർ ഹൗസസ്. അവരുടെ വീടുകളിൽ നിന്നും ആളുകൾ പുറത്തേക്ക് ഓടി വന്നു. ദേ ഷൗട്ടഡ്. അവർ ആക്രോശിച്ചു. അവർ ഒച്ച വച്ചു. ആൻഡ് പോയിന്റഡ് അറ്റ് ദ ഫ്ലെയിംസ്. അവർ തീജ്വാലയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവർ ഒച്ച വച്ചു. ദ ഫയർ ഗ്രൂ വെരി ലാർജ്. തീ വളരെ വലുതായി ആളിക്കത്തു. ഗ്രൂ എന്നാൽ വളർന്നു എന്നുള്ള അർത്ഥമാണ്, വലുതായി എന്നുള്ള അർത്ഥമാണ്. വെരി ലാർജ് എന്നാൽ വളരെ വലുതായി എന്നുള്ള അർത്ഥം. ആൻഡ് ദ ഗാർഡൻ ടേൺഡ് ബ്ലാക്ക്. ആ പൂന്തോട്ടം കറുത്തുരുണ്ടതായി മാറുകയും ചെയ്തു. തീ വളരെ വലുതായി ആളിക്കത്തുകയും ചെയ്തു. വെൻ. ആ സമയത്ത്. വെൻ ദ ഫയർ സ്ലോലി വെൻറ്റ് ഔട്ട്. തീ സാവധാനം കത്തിയമർന്ന സമയത്ത്. ദ പീപ്പിൾ സെർച്ച്ഡ്. ആളുകൾ തിരഞ്ഞു. ദ ഹൗസ് ആൻഡ് ദ ഗാർഡൻ. ആ വീട്ടിലും പൂന്തോട്ടത്തിലും ആളുകൾ തിരഞ്ഞു. ദേ കോൾഡ്. അവർ വിളിച്ചു. ഹെൻറീസ് നെയിം. ഹെൻറിയുടെ പേര് അവർ വിളിച്ചു. ബട്ട് ഹി ഡിഡ് നോട്ട് ആൻസർ. പക്ഷേ അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ഹെൻറി മറുപടി പറഞ്ഞില്ല.
എ ഫ്യൂ ഡേയ്സ് ലേറ്റർ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. എ ന്യൂ മാൻ, ഒരു പുതിയ പുരുഷൻ. മൂഡ് ഇൻ ടു ഹെൻറീസ് ഹൗസ്, ഒരു പുതിയ വ്യക്തി ഹെൻറിയുടെ വീട്ടിലേക്ക് താമസിക്കാൻ വന്നു. ഹി ലൈക്ഡ്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു. ദ സ്മോൾ ഗാർഡൻ വെരി മച്ച്, ആ ചെറിയ പൂന്തോട്ടം അദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. വൺ ഈവനിങ്, ഒരു ദിവസം വൈകുന്നേരം. ആസ് ദ സൺ വെൻ ഡൗൺ, സൂര്യൻ അസ്തമിച്ച സമയത്ത്. ആ സമയത്ത് ആസ് ദ സൺ വെൻ ഡൗൺ, സൂര്യൻ അസ്തമിച്ച സമയത്ത്. ഹി സോ, അദ്ദേഹം കണ്ടു. എ സ്മോൾ ഡോൾ, ഒരു ചെറിയ പാവയെ അദ്ദേഹം കണ്ടു. സിറ്റിംഗ് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് ഒരു ചെറിയ പാവ ഇരിക്കുന്നതായി അദ്ദേഹം കണ്ടു. ഒരു ദിവസം വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച സമയത്ത്. ഈ കഥയുടെ ബാക്കി ഭാഗം പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.